ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പറയണമെങ്കിൽ 1K അല്ല, 1005 സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയാലോ. അത് ഞാൻ വിചാരിക്കുന്നത് ബേക്ക് ചെയ്യാത്തൊരു കേക്ക്, അതായത് മാംഗോ ചീസ് കേക്കാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമുക്കിനി നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 1 ലിറ്റർ പാലില് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് പിരിച്ച് കഴുകി വച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 5-6 വെള്ളം കഴുകുകയും ചെയ്തു. അതിനുശേഷം മിക്സിയിലെ ജാറിലേക്ക് ഒരു 2-3 സ്പൂൺ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത മിശ്രിതമാണ് ഇത്. അതായത് ഇഡലി മാവിന്റെ പരുവത്തിനാണ് ഞാൻ ഈ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് മാരി ലൈറ്റിന്റെയോ ഗുഡ് ഡേയുടെയോ ബിസ്ക്കറ്റ് എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര മാരി ലൈറ്റിന് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നെയ്യോ വെണ്ണയോ ഒഴിച്ച് നമുക്ക് ഈ ബിസ്ക്കറ്റ് സ്ക്രംസിനെ നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് വിരവി എന്താ ചെയ്യുക, ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക്, അതായത് തട്ടി നോക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ, കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. അതിനുശേഷം ഇതുപോലുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ ഞാൻ ആദ്യം വെണ്ണ തടവുകയാണ്. വെണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ഇങ്ങനെ ഒരു ചെറിയൊരു ലെയറായിട്ട് നമുക്ക് ഒരു ലെയർ ഉണ്ടാക്കാം. അത് വളരെ തിൻ ലെയറായിരിക്കണം. അപ്പം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഇച്ചിരി വലിയ ലെയറായിപ്പോയി. അത് മാത്രമല്ല, ഞാൻ പാത്രം കൊണ്ട് അമർത്തി വെച്ചപ്പോൾ അതങ്ങ് അമന്ന് നല്ല സെറ്റായിപ്പോയി കേട്ടോ. അതിനെ ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ജെലാറ്റിൻ എടുത്ത് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച്, അതായത് ഇരട്ടി വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കലക്കിയെടുക്കുകയാണ്. പക്ഷെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ ഒഴിക്കും തോറും അത് തിക്കായിട്ട് മാറുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ചൂടുവെള്ളത്തിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് നല്ല, പക്ഷേ എനിക്കത് കിട്ടിയില്ല. ഞാൻ ഉടനെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചപ്പോൾ ഇതേ രൂപത്തിൽ കിട്ടി. അതിലേക്ക് ഞാൻ ഒരടപ്പ് എസൻസ് ചേർത്ത് മാറ്റി വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 3 മാങ്ങ തൊലി കളഞ്ഞ് അതിനെ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അടുപ്പിൽ വെച്ച് ഞാൻ ചൂടാക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു അടപ്പ്, അതായത് 1 ടേബിൾ സ്പൂൺ എസൻസ് ഒഴിച്ച്, വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നേരത്തെ ഞാൻ കലക്കിയ ക്രീം, അതിലേക്ക് ഞാൻ ഈ മാങ്ങാ പൾപ്പും കൂടെ ഇട്ട്, അതായത് ഏകദേശം പകുതി കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കൂടെ ചേർക്കുന്നത് മിൽക്കി മിസ്റ്റിന്റെ ക്രീമും കൂടെയാണ്. ഈ സമയത്ത് നമുക്ക് ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജെലാറ്റിൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ജെലാറ്റിൻ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് അതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എങ്കിലേ എല്ലാ ഭാഗത്തും ഒരുപോലെ വരുള്ളൂ. ഈ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ബിസ്ക്കറ്റ് ബേസിലേക്ക് ഈ ക്രീം ചീസ് മൊത്തവും ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വീണ്ടും അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ സമയത്ത് മാങ്ങയുടെ പൾപ്പിൽ നമുക്ക് കുറച്ച് ജെലാറ്റിൻ, 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് അതിനെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രീം ചീസിന്റെ പുറത്ത് തന്നെ ഈ മാങ്ങ പൾപ്പ് ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. കേക്കിൻ്റെ ആ റിങ് ഞാൻ പൊക്കിയെടുത്തപ്പോൾ സൈഡിൽ കൂടെ ഒലിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഒലിഞ്ഞതല്ല. ഫ്രിഡ്ജിനകത്ത് ഞാൻ പറഞ്ഞില്ല അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണമെന്ന്. പക്ഷെ അത് ഞാൻ അരമണിക്കൂർ തികയും മുമ്പേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് ആവാൻ കുറച്ച് ടൈമും കൂടെ വേണമായിരുന്നു. ഹാപ്പി 1K മാമി പാടമോ? കുഴപ്പമില്ല മാമി. മാമി മാമി വീഡിയോ എന്നെ പറയല്ലേ മാമി, എന്നെ മാമി
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിസ്ക്കറ്റ് ഇട്ടത് ഹാർഡായി പോയെന്ന്, അതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കേക്ക്. ഫസ്റ്റ് ഞാൻ തന്നെ കഴിക്കാം. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനും കൂടെയാണ് കേട്ടോ ഇത്. എൻ്റെ എക്സ്പെക്റ്റേഷൻ കേക്ക് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പർ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. ബായ്.